ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ റൂമൊക്കെ ഒന്ന് ഒതുക്കി. എൻ്റെ ഒപ്പം നിക്കി ഉണ്ടായിരുന്നു, അവൾ ഇച്ചിരി മടിച്ചാണ്. അവളെ വിളിച്ച് എണീപ്പിച്ച് ഇങ്ങനെ ഇരുത്തണം, എന്നാലേ ആൾ ഉറക്കമൊക്കെ എണീക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ബ്രഷൊക്കെ ചെയ്തു, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായേ. ഒന്നുമില്ല, ചെറുതായിട്ട് എൻ്റെ റിംഗ് ലൈറ്റ് ഒന്ന് ഒടിഞ്ഞു പോയതാണ്. ഞാനൊന്ന് നിക്കിയുടെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടി ഒന്ന് താഴ്ത്തിയതാണ്. അപ്പം തന്നെ 2 കഷ്ണം വയറും വിട്ടുപോയി, സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. ആ വിഷമത്തിൽ ഞാൻ എൻ്റെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു. ചേച്ചി താഴത്തോട്ട് പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും താഴേക്ക് പോവാണ്. അപ്പം നിക്കി എൻ്റെ ഒപ്പം വന്നു, അവൾക്കും കൊടുക്കണമല്ലോ ഫുഡ്. ഞാൻ അവളും കൂടി കുറച്ച് നേരം ഓടിച്ചിട്ടൊക്കെ കളിച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഞങ്ങൾ ചുടാൻ പോവാണ്. അപ്പോൾ മുട്ടക്കറി. അയ്യോ കരിഞ്ഞു. ചേച്ചിക്ക് ചായയാണ് ഇഷ്ടം, എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. ചായ നീ നിക്കിക്ക് ഭക്ഷണം കൊടുക്കണം. ഒരെണ്ണം ഒരു കുറച്ച് എടുത്ത് ഉണ്ടാക്കി നോക്കാം. ശരിയായി ചേച്ചി, ഞാൻ ഉണ്ടാക്കിയപ്പോൾ ശരിയായി. കറി കൂട്ടി കറി. എനിക്കുണ്ടല്ലോ അവളുടെ ഒരു ട്രിക്കാണ്, ഭക്ഷണം കൊടുക്കണം കറക്റ്റ് ടൈം ആകുമ്പോൾ തന്നെ ഇങ്ങനെ പോയി കിടക്കും. ഒന്നെങ്കിൽ കട്ടിൻ്റെ അടിയിലേക്ക് കയറി കിടക്കും, അല്ല സോഫയുടെ അടിയിൽ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കും. നമ്മൾ അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെ ആളാണ്. അപ്പം ഈ കൂലി കൊടുക്കുന്നത് ഫ്രൂട്ട്സും ചിക്കനും ആണ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ എനിക്കൊക്കെ ഫുഡ് കൊടുത്തു. അപ്പം ഇത് കഴിക്കാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഉച്ചയായി, 1:30 ഞങ്ങളിപ്പോൾ ലേറ്റായി കുറച്ച് അല്ലേ, കുറച്ച് ലേറ്റായി. കാരണം ഞങ്ങളിപ്പോൾ അരി കുക്ക് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ബിരിയാണി റൈസും പിന്നെ ചിക്കൻ ഫ്രൈയും ചൂടാണ്. എന്താ ചേച്ചിയുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഫോട്ടോ ഞങ്ങൾക്ക് വെഡിങ്ങിന് വൈഷ്ണവി മഹീൻ തന്ന ഫ്രെയിമാണ്. ആ കാണുന്നത് ഇതല്ല, അത് ഞാൻ പറയിപ്പിച്ചല്ലേ. പിന്നെ അത് ആര് ഗിഫ്റ്റ് ചെയ്തതാ? അത് വിധിച്ചേട്ട, ഞങ്ങളുടെ വെഡിങ് ഫോട്ടോഗ്രാഫി കൊടുത്ത ചേട്ടൻ്റെ വൈഫ്. ഓ, ചേച്ചി നല്ല രസമുണ്ട്. ചോറ് വെന്തു. ഫൈനൽ ചിക്കൻ വെക്കണം. ഇത് വേണ്ട, ഇത് ചേട്ടൻ പുറത്തുനിന്ന് വന്നപ്പോൾ ഉള്ളത്. ചേച്ചിയുടെ ചേട്ടൻ പേരോട് ഞങ്ങളിന്ന് പുറത്ത് പോകുന്നുണ്ട്. എവിടെ പോവല്ലേ, അമ്മ ഇപ്പം എത്തും. ഇപ്പോഴല്ല, 3 മണി. 3 മണിയൊക്കെ ആകുമ്പോൾ അമ്മ എത്തും. കുറച്ച് തുണി കലക്കാനുണ്ടായിരുന്നു, ഞാൻ അതും കൂടി കൊണ്ടുവന്നിടണം. അപ്പോൾ ഇവിടെ എഗ് റൈസ് ചേച്ചി റെഡിയാക്കി. അതായത് കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇടാതില്ലേ. എന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാലും കറക്റ്റ് സമയം വിളിച്ചോളൂ. ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ എനിക്ക് വന്നു സുന്ദരിമണി. ഞങ്ങൾ കഴിക്കുന്ന കണ്ടിട്ട് ഞങ്ങളൊക്കെ എത്തി വന്ന് നോക്കണേ. പാവം നിക്കിക്ക് നമ്മൾ ഓൾറെഡി ഫുഡ് കൊടുത്തു. നിക്കിക്ക് ഈ ചിക്കൻ കണ്ടോണ്ടാണ് അവള് വരുന്നത്. ഇപ്പൊ എന്നെ ഒന്ന് മാന്തിരിക്കട്ടെ. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ നിൽക്കുകയാണെങ്കിൽ പിന്നെ വന്ന് ഞങ്ങൾ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കണം, ആരെങ്കിലും എന്തെങ്കിലും തരണേന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിക്കിനെ കുളിപ്പിക്കാൻ പോടിയാണ്. അങ്ങനെ വൈകുന്നേരം അമ്മയും വീട്ടിലെത്തി. ഇനി നിക്കിനെ കുളിപ്പിക്കാനാണ് ആകെയുള്ള ഏറ്റവും വലിയ പണി. അവളുടെ മേത്ത് കോളർ ബെൽറ്റൊക്കെ ഇട്ടാലേ അവളെ കുളിപ്പിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൾ വീട്
ഒറ്റ ഓടി കിടക്കും. ഞാൻ അവിടെ പുറകെ പോയി കുളിപ്പിക്കേണ്ടി വരും. അങ്ങനെ അവിടെ കുളിപ്പിച്ച് അവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ പുറത്ത് നടത്താൻ കൊണ്ടുപോകണില്ല. അപ്പോൾ ആൾ കുളിച്ചിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ടുപോകണില്ല. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഈവനിങ്. അതിന് മുമ്പ് എനിക്കൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് കാണാം. അപ്പം നിക്കിയും കുളിച്ച് സുന്ദരിയായി, ഞാൻ കുളിച്ചു. അപ്പം ഞങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞില്ലേ, അപ്പം അതിന് വേണ്ടി റെഡിയാവുകയാണ്. അങ്ങനെ റെഡിയായിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം ഓർത്തത്. എങ്ങനെ കെട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ലാസ്റ്റ് തട്ടിക്കുട്ടി എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ ഞാൻ എടുത്തു. സോ നമ്മളിപ്പോൾ പുറത്ത് പോകാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി താഴെ എത്തിയപ്പോഴുണ്ടല്ലോ അമ്മയും ഞാൻ ഏകദേശം ഒരേപോലെ ഡ്രസ്സ് ഇട്ടേക്കണം. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാനൊരു കുർത്ത അങ്ങ് എടുത്തിട്ടു. അപ്പോൾ നമ്മുടെ യൂബർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ശരവണ ഭവൻ എത്തി. അവിടെ എത്തിയപ്പോഴാണ് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കയറി ഞങ്ങൾ ഓരോരുത്തർ ഫുഡ് ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഞാനും ചേച്ചി അമ്മയും ഞങ്ങൾ ഗീ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് ഓർഡർ ചെയ്ത് മേളിലേക്ക് നോക്കിയപ്പോൾ അവർ ഇൻറ്റീരിയർസൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. അത്ര നല്ല രസമായിരുന്നു. അങ്ങനെ ദോശ ഓർഡർ ചെയ്തു. ദോശ വന്നപ്പോഴുണ്ടല്ലോ എൻ്റെ കൈ തട്ടി സാമ്പാറൊക്കെ അങ്ങോട്ട് നൈസായിട്ടൊന്ന് മറിഞ്ഞു വീണു. ഞാനിങ്ങനെ പേടിച്ചിരിക്കുന്നത് എന്തായിരിക്കും അവരെന്നിട്ട് പറയുമോ എന്നോർത്ത്. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചു. അടിപൊളി മസാല ദോശയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചേച്ചി ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീടെത്തി ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അച്ഛൻ ചക്കയൊക്കെ പൊളിച്ചു തന്നു. അമ്മയുടെ ജോലിസ്ഥലത്ത് ഒരു ആൻറ്റി കൊടുത്താണ്. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലോട്ട് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.